ഹായ്, ഹാപ്പി ഓണം. ഞാൻ ഇങ്ങനെ ന്യൂസ് കാണായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 6 ദിവസത്തിനകത്ത് 500 കോടി രൂപയുടെ മദ്യമൊക്കെ വിറ്റുപോയി, മലയാളികളെല്ലാം ഓണത്തെ ഇങ്ങനെ കുടിച്ച് ആഘോഷിക്കുകയാണെന്ന്. ഞാനിതിനു മുമ്പും ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യപാനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല. ഫെസ്റ്റിവൽ സീസൺ വരുമ്പോഴത്തേക്കും മിക്കവാറും പല സ്ഥലങ്ങളിലും ഈ മദ്യത്തിൻ്റെ ഒരു വിൽപ്പന വളരെ കൂടും. മറ്റ് ഡ്രഗ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതും കൂടും. ഇവിടെയും രഹസ്യമായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു ആഘോഷം വരുമ്പോൾ ആ ഒരു നിമിഷത്തിൽ എൻജോയ് ചെയ്യാൻ ഒരു ലഹരിയുടെ ആവശ്യം വരുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ലഹരിയെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പണ്ട് ഓണത്തിന് കൃത്യമായി മദ്യപിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, വൈ കാണ്ട് ഐ എൻജോയ് ദിസ് മൊമെൻറ്റ്. എനിക്ക് ഈ നിമിഷത്തിൽ എന്തുകൊണ്ടാണ് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് ഒരു ലഹരിയുടെ സഹായമില്ലാതെ എന്ന് ആലോചിച്ചിട്ടുണ്ട്. സംഭവം വളരെ ക്ലിയർ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ഡിസ്റ്റോർട്ടഡ് ആണ്. അതായത് നമ്മൾ യാഥാർത്ഥ്യത്തെ കാണാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ നിമിഷത്തെ കൃത്യമായി ക്ലിയറായി നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമുക്ക് മദ്യത്തിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ നിമിഷത്തിലെ ഒരു സൗന്ദര്യം, ഒരു ഭംഗി, ഒരു സുഖം അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം സാധാരണഗതിയിൽ എപ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നമ്മുടെ ചിന്തയിൽപ്പെട്ട് മിക്സ്ഡപ്പായി കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് പാറ്റേണുകളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പാറ്റേണുകളിലും മറ്റിലൊക്കെ പെട്ട് കിടക്കുമ്പോൾ ഈ നിമിഷത്തിൽ ഈ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളുടെ ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ അന്ധന്മാരായി പോയി കഴിഞ്ഞിരിക്കുന്നു. കാഴ്ചയില്ലാത്ത അന്ധതയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പക്ഷേ യാഥാർത്ഥ്യം കാണാൻ പറ്റാത്ത മറ്റൊരു അന്ധതയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളൊരു മദ്യം കഴിക്കുമ്പോൾ കുറച്ച് നേരത്തെ നമ്മുടെ നെർവസ് സിസ്റ്റമൊക്കെ ഒന്ന് റിലാക്സ് ആകുമ്പോൾ ഒരു സുഖം, നമ്മൾ സാധാരണ ഇരിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിൽ വന്നപ്പെടും. നമുക്ക് മദ്യപിക്കുന്ന പലരും ആഘോഷിക്കാൻ വേണ്ടി മദ്യപിക്കുന്നതാണ്. അപ്പോൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ ആ മൊമെൻറ്റിൽ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ബോധം പോയി കിടക്കും. പിറ്റേന്ന് രാവിലെ നല്ല തലവേദനയോടുകൂടി എണീക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇനി ജന്മത്തൊരിക്കലും കള്ളു കുടിക്കില്ല എന്നാണ് പൊതുവെ സംഭവിക്കാറ്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന റീസൺ ഇത് തന്നെയാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് ഈ മൊമെൻറ്റ് ഇങ്ങനെ കാണാനോ ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും ഇപ്പോൾ ഈ മൊമെൻറ്റ് നല്ല ഒരു ഡിസ്റ്റോർഷനും ഇല്ലാതെ, അതായത് ഒരു മറയും ഇല്ലാതെ യാഥാർത്ഥ്യം പോലെ കാണാൻ സാധിച്ചാൽ അതിനൊരു ഭയങ്കര ഭംഗിയുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഒരു മദ്യമോ ഒന്നുമില്ലാതെ നമുക്ക് ആഘോഷിക്കാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഈ വളരെ ഇൻട്രോവേർട്ടഡായ ആൾക്കാർ, അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത, അധികം ചിരിക്കാത്ത, അധികം വലിയ വലിയ തമാശകൾ വെട്ടിത്തുറന്ന് പറയാത്ത ആളുകൾ മദ്യപിക്കുന്ന സമയത്താണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. അപ്പം ആ ചേട്ടൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല വൈബാണെന്ന് ആൾക്കാർ പറയും. ശരിക്കും അവർ അടിച്ചു കഴിഞ്ഞാലാണോ വൈബ്? അല്ല, ആ വൈബ് അവരിൽ എപ്പോഴും ഇനേറ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. പക്ഷെ ആ വൈബ് അവർ കാണിക്കില്ല. കാരണം നമ്മൾ മദ്യപിക്കാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെപ്പോഴും ആലോചിക്കും, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാനൊന്ന് റിലാക്സ് ആയി ഒന്ന് ഫ്രീ ആയി ഒന്ന് എൻജോയ് ചെയ്ത ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നെ അവർ ജഡ്ജ് ചെയ്യില്ലേ, ഇങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതാണ് കുഴപ്പം. പക്ഷേ ക്ലിയർലി ട്രസ്റ്റ് മീ, നിങ്ങൾ മദ്യപിച്ച് റിലാക്സ് ആയി എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ ക്ലിയറായി മറ്റുള്ളവർ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനേറ്റ് ക്വാളിറ്റിക്ക് ആ ഒരു എൻജോയ്മെൻറ്റിങ് പവർ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു ഇനേറ്റ് ക്വാളിറ്റി ചെയ്യാൻ നമ്മൾ മദ്യത്തിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതൊരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ്. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പണിപാളി. നമ്മൾ എത്രയും ജോളിയാകുന്ന പോലെ തന്നെ നമ്മൾ വളരെ സിവിയറായി വയലൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതിന് പുറമേ തന്നെ ഓരോ തവണ മദ്യപിക്കുമ്പോഴും മുമ്പത്തെ മദ്യത്തിൻ്റെ അളവ് പോരാതെ ഒരു അടുത്ത തവണ ഇതേ വൈബിലേക്ക് എത്താം. കാരണം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തവണ കൂടുതൽ മദ്യം വെച്ചാൽ അന്നത്തെ ആ ഒരു ലെവൽ ഓഫ് വൈബിലേക്ക് വരാൻ പറ്റും. കാരണം അപ്പോഴേ നമ്മൾ അത്രയും റിലാക്സ് ആവും. കാരണം കുറച്ച് മദ്യം കഴിച്ചാൽ നമ്മൾ റിലാക്സ് ആവുന്നില്ല. അപ്പോഴും നമ്മളിങ്ങനെ ചിന്തകളിൽ മനസ്സിൽ ഇങ്ങനെ വെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് വെളി വരണ്ടേ നമുക്ക്. അപ്പോൾ ഞാൻ പറയും, ബേസിക്കലി ഈ ഓർഡർ നിങ്ങൾ ഓൾറെഡി മിക്കവാറും മദ്യപിച്ചവരുണ്ടാവാം, സാരമില്ല, ഇനി മദ്യപിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം ഒരു ഭയങ്കരമായ ഡൾനെസ് ഉണ്ടാകും ലൈഫിൽ. കാരണം നമുക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല, നമ്മളൊരു എക്യുപ്മെൻറ്റിൽ ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി. പക്ഷേ സ്ലോലി നമ്മൾ റിലാക്സ് ആവുകയും ചെയ്യും. നമ്മൾ റിലാക്സ് ആവുന്നതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ വൈബാവും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം പ്രസൻറ്റ് മൂമെൻറ്റിൽ സ്പെൻഡ് ചെയ്യണം. അതായത് ഈ നിമിഷത്തിൽ നമുക്ക് യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ കാണാൻ സാധിക്കണം. അതിന് ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്, ഒരു മരത്തെ കാണുമ്പോൾ അതൊരു മരമാണെന്ന് ചിന്തിക്കാതെ ആ മരത്തിലേക്ക് നോക്കി നോക്കൂ, ആദ്യമായിട്ട് കാണുന്ന പോലെ കാണാൻ പറ്റും. അങ്ങനെ ചുറ്റുപാടുകൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അങ്ങനെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ നിമിഷത്തിന് യാതൊരു മറയുമില്ലാതെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്ഥിരമായി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വി ക്യാൻ ബി സോ ഫ്രീ. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും.
നിങ്ങളോട് ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ പറയും. ഒരാൾ എല്ലാവരും ഓൾറെഡി എല്ലാം കൺഫ്യൂസ്ഡ് ആയി, എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്. ശരിക്കും ക്ലിയർ ആയിട്ട് പറയാണ്, നിങ്ങൾ ഒരാൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അയാൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാക്കാൻ ശ്രമിക്കരുതെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കാതിരിക്കണം എന്നല്ല പറയുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. പക്ഷേ ഒരിക്കലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ഐഡിയകൾ, കൺസെപ്റ്റുകൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം കൂടി അതിൽ വന്ന് ബൈൻഡ് ആവും. പിന്നെ നമുക്ക് അവർ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ അവരെന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വെറുതെ ഇരുന്നാൽ അവർ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോഴാണ് മനസ്സും ബോഡിയൊക്കെ സെൻസിറ്റീവ് ആവുന്നത്. മനസ്സും ബോഡി സെൻസിറ്റീവ് ആകുമ്പോൾ അവിടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു ഒരു പ്രതിഭാസം വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുമ്പോൾ യു ക്യാൻ ഫീൽ ഇറ്റ്, യു ക്യാൻ എൻജോയ് ഇറ്റ്. അപ്പോഴാണ് നിങ്ങൾക്കൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നത്. സ്നേഹത്തോടു കൂടി, അതായത് ഔട്ട് ഓഫ് കമ്പാഷൻ ബിഹേവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരം വലിയ വലിയ കാര്യങ്ങളിലേക്ക് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഈ നിമിഷത്തിൽ ഒരു മദ്യത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. കാരണം ഈ നിമിഷത്തിനൊരു ഭംഗിയുണ്ട്. ഡിപ്രഷൻ പഴയ കാലത്തിലും പേടി, അതായത് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഭാവിയിലുമാണ്. ഈ നിമിഷത്തിൽ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നിമിഷത്തിൽ അവെയറായി പ്രസന്റ് മൂവ്മെന്റ് അറിയുന്ന, ഈ നിമിഷത്തെ അറിയുന്ന ഒരു വ്യക്തിയും ഈ നിമിഷത്തിൻ്റെ കെട്ടുപാടുകളിൽ പെട്ടുകിടക്കില്ല. കാരണം ഈ നിമിഷത്തിൽ കെട്ടുപാടുകളില്ല, മനസ്സിലാണ് ഈ കെട്ടുപാടുകളെല്ലാം ഉള്ളത്. അതെല്ലാം മാറ്റി വെച്ച് നോക്കാൻ കഴിയും. ഇതിൻ്റെ കൂടെ ഇതിനൊരു ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവെയറായി, നമ്മൾ പ്രസന്റ് മൂവ്മെന്റ് അറിഞ്ഞുകൊണ്ട് ബിഹേവ് ചെയ്യണം. അപ്പം ഇതെപ്പോഴും പറ്റുന്ന കാര്യമൊന്നുമല്ല, ആർക്കും പറ്റാറില്ല. അങ്ങനെ മഹാജ്ഞാനിമാർക്ക് പോലും അങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അവെയർനെസ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷനോട് കൂടിയുള്ളൊരു വസ്തുവാണ്. ഡിസ്ട്രാക്ഷൻ ഈസ് പാർട്ട് ഓഫ് അവെയർനെസ് ആണ്. അതായത് ഈ അവെയർനെസ്സിൽ നിന്ന്, ഈ ശുദ്ധമായ ബോധത്തിൽ നിന്ന്, ഈ അറിവിൽ നിന്ന്, ഈ ശ്രദ്ധയിൽ നിന്ന് തെന്നിപ്പോകുന്നതും ഈ ശ്രദ്ധയുടെ, ഈ അറിവിൻ്റെ, ഈ ബോധത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കത് ഡിസ്ട്രാക്റ്റഡ് ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമ്മളത് ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് ഒരു മൊമെന്റിൽ അറിയുമല്ലോ. അതായത് ഞാനിപ്പോൾ ഈ പ്രസന്റ് മൊമെന്റിൽ അവെയർ ആവുന്നില്ല, എൻ്റെ ശ്രദ്ധ മാറിപ്പോയി എന്ന് അറിയുന്ന അവെയർനെസ്, അത് തന്നെയാണ് ശുദ്ധമായ ബോധം. അത് അറിയുന്ന സമയത്ത് വീണ്ടും അവെയറായി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി അത് അറിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ അവെയർ ആയെന്നാണ് എൻ്റെ അർത്ഥം. സോ ഡോണ്ട് വറി അബൌട്ട് ഡിസ്ട്രാക്ഷൻസ്. ഡിസ്ട്രാക്ഷൻസിനെ പറ്റി ചിന്തിക്കാതെ ക്ലിയറായി അവെയറായി മൊമെന്റിൽ ഇരിക്കാൻ പറ്റിയാൽ കൂടുതൽ ശ്രമിക്കുക, ഓരോ തവണയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ നിമിഷത്തെ പറ്റി ചിന്തിക്കാനല്ല ഞാൻ പറയുന്നത്, ഈ നിമിഷത്തെ അറിയാനാണ് പറയുന്നത്. അപ്പം അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു കാര്യം നമുക്ക് സംഭവിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു തന്നു, അത് ആ ഒരു എക്സ്പീരിയൻസ് പോകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം വാക്കുകൾ ഒരിക്കലും മതിയാവില്ല പറയാനായിട്ട്. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ അവെയറായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാര്യവും ഒരുപോലെ ഒരിക്കലും സംഭവിക്കില്ല. ഹിസ്റ്ററി ഓൾവേസ് റിപ്പീറ്റ്സ് എന്നൊക്കെ പലരും പറയും. അതായത് ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നു ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ്. അതായത് നിങ്ങൾ ശ്രദ്ധയോട് കൂടി ഇരിക്കുമ്പോൾ, നിങ്ങൾ അവെയറായിരിക്കുമ്പോൾ ഒരിക്കലും ഒരു കാര്യവും റിപ്പീറ്റ് ചെയ്യില്ല. ഒരിക്കലും. നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും, നമ്മുടെ മനസ്സ് ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട്. പക്ഷേ അവെയറായിരുന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂ. അതായത് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവെയർനെസ്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. യു വിൽ നോ ഇറ്റ്. നിങ്ങളത് ഈ മൂമെൻറ്റിൽ ഇപ്പം ചെയ്യാനുള്ള കാര്യമാണ്. ഇത് നാളെ ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിക്കേണ്ട കാര്യവുമല്ല. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇത് ഒരു ഭംഗിയുള്ള, വളരെ സിമ്പിളായ, വളരെ മനോഹരമായൊരു കാര്യമാണ്. മേക്സ് മീ ഫീൽ ഗുഡ്. ഇതിനെപ്പറ്റി പറയുന്നത് തന്നെ എനിക്കൊരു സുഖം തരുന്ന കാര്യമാണ്. നിങ്ങൾക്കും ആ സുഖം ഉണ്ടാവട്ടെ. താങ്ക് യു.